വിവാദങ്ങൾക്കിടയിൽ തിരൂരങ്ങാടിയിലെ UDF സ്ഥാനാർത്ഥി PMA സമീറും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒരേ വേദിയിലേക്ക് ഇന്നെത്തി. തിരൂരങ്ങാടി തെന്നലയിൽ സമീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ രണ്ടത്താണി പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, എല്ലാ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി ഒരുമിച്ച് ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ സമീറിന് വേണ്ടി വോട്ട് തേടുന്നുണ്ടോ രണ്ടത്താണി? ആര്യ, ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി വോട്ട് തേടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ സമീറിന്റെ പര്യടനത്തിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ച് നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പ്രചരണ പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തു. തിരുവങ്ങാടി തെന്നലിൽ വെച്ച് നടന്ന പരിപാടിയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായും PMA സമീറിന്റെ തിരുവങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രശ്നവൽക്കരിച്ചത്. അതായത് ചില നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് പാണക്കാട് തങ്ങൾ വഴങ്ങി, അങ്ങനെയാണ് സമീറിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്നായിരുന്നു ഉയർന്ന വിമർശനം. യഥാർത്ഥത്തിൽ ഒരു സംഘടനാ പ്രവർത്തന പരിചയമൊന്നുമില്ലാതെ നേരിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുകയും പിന്നീട് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും ചെയ്തായിരുന്നു, സമീറിന് ലഭിക്കുകയും ചെയ്തായിരുന്നു വലിയ വിവാദമായത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.